ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കെ.സി. വേണുഗോപാലിനാണ് ഭൂരിപക്ഷ എംഎൽഎമാരുടെ പിന്തുണയെന്ന് ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ലെന്ന നിലപാടിൽ സതീശനും ചെന്നിത്തലയും എംഎൽഎമാരുടെ ഭൂരിപക്ഷം ജനറൽ സെക്രട്ടറി പദവി ഉപയോഗിച്ച് കെ.സി. അട്ടിമറിച്ചതെന്നും വി.ഡി. സതീശൻ. കിരൺ ബാബു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. കിരൺ, പരസ്പര പോരിലേക്ക് നീങ്ങുന്നുണ്ട്. ഏതായാലും കിരണിലേക്ക് നമുക്ക് എത്താം. പരസ്പര പോരിലേക്ക് എത്തുന്നുണ്ട്. ചെന്നിത്തല ഡയറക്റ്റ് അറ്റാക്കാണ് കെ.സിക്കെതിരെ ഉന്നയിക്കുന്നത്. ഭൂരിപക്ഷം ജനറൽ സെക്രട്ടറി പദവി ഉപയോഗിച്ച് കെ.സി. അട്ടിമറിച്ചതെന്നാണ് സതീശൻ പറയുന്നത്. അങ്ങനെ കെ.സിക്ക് ഡയറക്റ്റ് അറ്റാക്ക് സതീശൻ നടത്തുന്നു. ഹൈക്കമാൻഡിനുമായിട്ടുള്ള ചർച്ച പുരോഗമിക്കുമ്പോൾ മുഖ്യമന്ത്രി ചർച്ച വഴിമുട്ടുന്ന കാഴ്ച. 45 മിനിറ്റുകൾ പിന്നിടുന്നു ചർച്ചകൾ നടക്കുമ്പോൾ. നമ്മൾ ഏകദേശം ഒരു 40 മിനിറ്റൊക്കെ ആകുമ്പോൾ ചർച്ച അവസാനിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ വഴിമുട്ടി നിൽക്കുകയാണ്. ഹൈക്കമാൻഡിന് മുന്നിൽ ചർച്ച പുരോഗമിക്കുന്നു. ഒറ്റയ്ക്കാണോ ഒരുമിച്ചിരുത്തിയാണോ ചർച്ച എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ എന്തായാലും സതീശൻ ഒരു ഡയറക്റ്റ് അറ്റാക്ക് കെ.സിക്കെതിരെ നടത്തുകയും ചെയ്യുന്നുണ്ട്. കെ.സിക്കാണ് ഭൂരിപക്ഷ എംഎൽഎ. അതുകൊണ്ട് ഹൈക്കമാൻഡ് കെ.സിയെ അനുകൂലിച്ചുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നത്, ചർച്ചയുമായി മുന്നോട്ട് പോകുന്നുള്ള സ്വാഭാവികമായ ചോദ്യം നിൽക്കുന്നുണ്ട്. എംഎൽഎമാരുടെ ഭൂരിപക്ഷ പിന്തുണ കെ.സിക്കാണ്, നമുക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡും ആ തീരുമാനവുമായി മുന്നോട്ട് പോകുമോ എന്നുള്ള നിർണായകമായ ചോദ്യത്തിന് മറുപടിയും കൂടിയായിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ അറിയേണ്ടിയിരുന്നത്. പക്ഷേ എംഎൽഎമാരുടെ ഭൂരിപക്ഷം ഈ ജനറൽ സെക്രട്ടറി പദവി ഉപയോഗിച്ച് കെ.സി. അട്ടിമറിച്ചതാണെന്നാണ് സതീശൻ പറയുന്നത്. ആ ഒരു ആരോപണവും കൂടി സതീശൻ മുന്നോട്ട് വെക്കുമ്പോഴേക്കും മറുചിന്ത ഉണ്ടാകുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യവും കൂടെ നിൽക്കുകയാണ്. ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതായി നിൽക്കുന്നു. 4 മണിക്ക് തുടങ്ങിയ ചർച്ച ഇപ്പോൾ സമയം 4:44 എത്തി നിൽക്കുന്നു. സീനിയോറിറ്റി തനിക്കാണെന്ന് ചെന്നിത്തല അവകാശപ്പെടുന്നു. ജനപക്ഷം തനിക്കൊപ്പമാണ്, ജനങ്ങൾ തനിക്കൊപ്പമാണെന്ന് വി.ഡി. സതീശൻ അവകാശപ്പെടുന്നു. എന്നാൽ കെ.സി. ആവട്ടെ, കെ.സി. ഇനി നിന്ന് ജയിക്കണം. കെ.സി. മത്സരിച്ചിട്ട് പോലുമില്ല. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കെ.സിയും നിൽക്കുകയാണ്. ഭൂരിപക്ഷം എംഎൽഎമാരും കെ.സിക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ കെ.സിക്ക് ഭൂരിപക്ഷ എംഎൽഎമാരുടെ പിന്തുണയുണ്ടെന്ന് ഹൈക്കമാൻഡും കൂടി അറിയിക്കുന്ന സാഹചര്യം. കെ.സിയെ മുന്നോട്ട് വെക്കുകയാണോ ഹൈക്കമാൻഡ് എന്നുള്ള ചോദ്യം കൂടെ നിൽക്കുകയാണ്. എന്നാൽ ഒന്നും പിന്നോട്ട് പോകില്ല. വി.ഡി. സതീശനും ചെന്നിത്തലയും അത് തന്നെയാണ് പറയുന്നത്. മന്ത്രിസഭയിലേക്കില്ല, ഒന്നുകിൽ മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ല എന്നുള്ള കടുത്ത നിലപാടിൽ തന്നെ സതീശനും ചെന്നിത്തലയും മുന്നോട്ട് നിൽക്കുന്ന പശ്ചാത്തലവുമുണ്ട്. വഴിമുട്ടി നിൽക്കുകയാണ് ഹൈക്കമാൻഡ്. എന്ത് ചെയ്യും? ഇന്നുണ്ടാകുമോ തീരുമാനം? നാളെയാകുമോ തീരുമാനം? സോണിയാഗാന്ധിയിലേക്ക് നീങ്ങുമോ? ഒരുപാട് ചർച്ചകൾ നിൽക്കുകയാണ്. ഒരുപാട് ചോദ്യത്തിനും മറുപടി കാത്തു നിൽക്കുകയാണ് കേരള ജനത. ഇലക്ഷനും കഴിഞ്ഞ് 102 സീറ്റിന് ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ചിട്ട് ശേഷം മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് തർക്കം, തെരുവിൽ യുദ്ധം, പോര്, ഇതൊക്കെ കണ്ട് തലയിൽ കൈവയ്ക്കുന്ന കേരള ജനതയെ കാണാൻ കഴിയും. ഇപ്പോഴത്തെ 5 ദിവസങ്ങൾ പിന്നിടുമ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. കെ.പി.സി.സി. ആസ്ഥാനത്ത് വെച്ച് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയിലേക്ക് കെട്ടിപ്പിടിക്കുന്ന കാഴ്ചയ്ക്ക് ഇനി പഴങ്കഥകളായി മാറുമോ എന്നുള്ള ചോദ്യവും നിൽക്കുകയാണ്. പരസ്പരം പോരടിക്കുന്നു. കെ.സിക്കെതിരെ സതീശൻ പറയുന്നു, സീനിയോറിറ്റി പറയുന്നു. 2016 പ്രതിപക്ഷ നേതാവായി ചെന്നിത്തല വരുമ്പോൾ പോലും 21 തിരിച്ചടി കിട്ടിയ തുടർഭരണം കാരണം നഷ്ടപ്പെട്ടു പോയ അവസരം തനിക്ക് തിരികെ വേണമെന്ന് ചെന്നിത്തലയും ആവശ്യപ്പെടുന്നു. അങ്ങനെ 3 നേതാക്കളും 3 പെർസ്പെക്റ്റീവിൽ 3 രീതിയിൽ ഹൈക്കമാൻഡിനോട് ആവശ്യം ഉന്നയിക്കുമ്പോൾ ഹൈക്കമാൻഡിന്റെ കാറ്റ് കെ.സിക്ക് അനുകൂലമാണോ എന്നുള്ള നിർണായകമായ ചോദ്യം ഈ 45 മിനിറ്റ് പിന്നിടുമ്പോഴിൽ നിന്നും ഖർഗെയുടെ വസതിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതാണോ? ഹൈക്കമാൻഡിന്റെ ചിന്ത കെ.സി. മുഖ്യമന്ത്രിയാകണമെന്നാണോ എന്നുള്ള ചോദ്യമുണ്ട്. എന്തു തന്നെ ആയാലും തെരുവിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി ചർച്ചകളിലേക്ക് ഇന്ന് പോകുന്നതിന് മുമ്പ്, കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണല്ലോ രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും ഫ്ലൈറ്റ് പിടിച്ച് ഡൽഹിയിലേക്ക് പോയത്. അതിന് മുൻപേ വൈകുന്നേരം തന്നെ തെരുവിൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. വി.ഡി. അനുകൂലികൾ തെരുവിൽ ഇറങ്ങിക്കൊണ്ട് കെ.സിയുടെ ഫ്ലെക്സുകൾ കീറുന്നതും നമ്മൾ കണ്ടതാണ്. അതെല്ലാം സംഭവിച്ചത് ഇന്നലെ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പേരിലേക്ക് ഒതുങ്ങിയാൽ തീരില്ല പ്രശ്നം എന്നതും കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഭരണം കിട്ടിയാലും മുഖ്യമന്ത്രിയുടെ പേരിൽ സ്വന്തം പാർട്ടി അണികൾ തന്നെ തെരുവിലിറങ്ങുന്ന കാഴ്ച, അവർക്കെതിരെ തന്നെ ഫ്ലെക്സുകൾ കീറുന്ന കാഴ്ചയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. എന്തായാലും വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നു. മുഖ്യമന്ത്രി ചർച്ച 47 മിനിറ്റ് പിന്നിടുമ്പോൾ ഇതാ ഡാൻ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ. ഡാൻ, ഇവിടെ സതീശൻ പറയുന്നത് ജനറൽ സെക്രട്ടറി പദവി ഉപയോഗിച്ച് കെ.സി. അട്ടിമറിച്ചു എന്നുള്ളതാണ്. പ്രതീക്ഷിച്ച നീക്കം തന്നെയാണ്. പക്ഷേ ഹൈക്കമാൻഡ് പറയുന്നത് ഭൂരിപക്ഷ എംഎൽഎ കെ.സിക്കൊപ്പമാണ് എന്ന് പറയുമ്പോൾ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്ന പേരും കെ.സി. തന്നെ ആയിരിക്കുമല്ലോ. ശരി, അത് തന്നെയാണ്. ഡാനിലേക്ക് ഉടനെ എത്താം. പക്ഷേ എന്തായാലും മുഖ്യമന്ത്രി ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയാണ്. കെ.സിക്കാണ് പിന്തുണ എന്ന ഹൈക്കമാൻഡ് അറിയിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കെ.സി ഉയർത്തി കാണിക്കുക എന്നതാണോ ചിന്ത എന്നതിനെ പറ്റിയാണ് ചോദിക്കുന്നത്. വി.ഡി. അനുകൂലികൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഫേസ്ബുക്ക് പോസ്റ്റിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിനിമാ താരങ്ങൾ, രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ രംഗത്തെത്തുന്നു. മുന്നിൽ നിന്ന് നയിച്ചത് വി.ഡി. സതീശനാണ്, പട നയിച്ചവൻ നാട് ഭരിക്കട്ടെ എന്ന് പറഞ്ഞുള്ള ഫ്ലെക്സ് ബോർഡുകൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.